ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഉമ്മർ കല്ലറ, ജില്ലാ സമിതി അംഗം ശ്രീ സലീൽ കുമാർ DC, നിലമ്പൂർ ഏരിയയുടെ മുൻ ഏരിയ പ്രസിഡന്റ് ശ്രീ അനിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, മറ്റു പ്രവർത്തകരെ. നമുക്കറിയാം, ജൻസ്പെട്ട് എന്നും അതിന്റെ മെമ്പർമാരുടെ അഭിവൃദ്ധിക്കാണ് മുൻതൂക്കം നൽകുന്നത്. അതേ ശ്രീ ജോസ് കുര്യാക്കോസിനെ ഈ ക്യാമ്പിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ ഉമ്മർ കല്ലറയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് JSW സിമന്റിന്റെ ടെക്നിക്കൽ സീനിയർ മാനേജർ ശ്രീ ഗോപിച്ചൻ ജേക്കബ് തോമസ് ആണ്. നമുക്കത് സാധിച്ചു. ഇതിന്റെ തുടക്കത്തിൽ പലപ്പോഴും നമുക്ക് വേണ്ട മെമ്പർമാർ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഭാരവാഹികൾക്കുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാഗ്രഹിച്ചത് ഒരു 20 പേരെങ്കിലും ക്യാമ്പിലേക്ക് കടന്നു വരാൻ 25 മെമ്പർമാരോളം നമ്മൾ ഈ ക്യാമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സെഷന്റെ അധ്യക്ഷൻ, നേതാക്കളായിട്ട് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുക. ഇനിയും മെച്ചപ്പെടുമ്പോൾ ഇതിലും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാമ്പുകളും മറ്റ് പരിശീലന, അതുപോലെ പഠനാർഹമായ മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഈ 2021 അതുപോലെയുള്ള സ്റ്റഡി ക്യാമ്പുകൾ ഉദ്ദേശിച്ചത് നമ്മൾ 1-2 ദിവസം ഇവിടെ ഒത്തൊരുമിച്ച് കൂടുന്നത് പല ഉദ്ദേശങ്ങളുമുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാണ്. അതായത് നമ്മളൊരു ചെറിയൊരു ഫണ്ട് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ക്യാമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഉപകാരം. രണ്ടാമത് നമുക്കുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കണം. ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽസ് കെമിസ്ട്രി എന്ന വിഷയത്തെപ്പറ്റി JSWയുടെ സീനിയർ മാനേജർ ടെക്നിക്കൽ സർവീസ് ഗോപിച്ചൻ ജേക്കബ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്ക് നിലമ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സാറിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന വിഷയത്തെ പറ്റിയുള്ള ഒരു ക്ലാസ് ഉണ്ടാകും. ഏരിയയെ സംബന്ധിച്ചോളം ഒരു തുടക്കം നൽകിയിരുന്നു. നമ്മുടെ മലപ്പുറം ജില്ലയിലെ പല ഏരിയകളും ഇതുപോലെ സ്റ്റഡി ക്യാമ്പുകൾ പല ഇടങ്ങളിലായി നമുക്കത് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് ആദ്യമായി അതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. രൂപം കൊടുത്ത നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, സെക്രട്ടറി, അതേമാതിരി നമ്മുടെ ഉമ്മർ കല്ലറ, ഇങ്ങനെ ഇതിനു വേണ്ടി മുൻപന്തിയിൽ വന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ ഒരു നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലത്തെ എല്ലാവരുടെയും ആഗ്രഹമായിട്ടുള്ള വന്നുചേർന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം പറഞ്ഞ ഏരിയ സെക്രട്ടറി ഹംസയ്ക്ക് നന്ദി പറയുന്നു. ഒരുമാതിരി അത്രയും കുട്ടിയിട്ട് അങ്ങനെയുണ്ട്. അതേമാതിരി തന്നെ രാമകോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഈ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഗുണം എന്ന് ചോദിച്ചാൽ അത് ക്യൂവിന് കഴിഞ്ഞിട്ട് നല്ല കേൾപ്പുണ്ട്. ഇപ്പോൾ ACCക്ക് ഈ വിള്ളൽ വരുന്നില്ല, JSWയിലും വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സിമെന്റിന്റെ ആൾക്കാരോട് പറഞ്ഞത് ഇതിന് രണ്ടും വരുന്നില്ല, ഇതിന് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ഷീറ്റിൽ പ്ലാസ്റ്റിക് സ്ട്രിപ്പേജ് ക്രാക്കുകളുടെ കാര്യത്തിൽ വരുമ്പോൾ അതൊരു സിവിക് സ്പെസിഫിക് ആയിട്ടുള്ള വിഷയമാണ്. ഞാൻ പ്രസന്റേഷന്റെ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ കുറെ സ്ട്രെച്ച് ചെയ്ത് പറഞ്ഞത്. കാര്യം കെമിസ്ട്രികൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സിമെന്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഷിപ്പേജ് കോമ്പൗണ്ടഡ് അല്ല. ക്രാക്ക് ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഓർഡർ റിലേഷനകത്ത് ഏറ്റവും നല്ല ഡെൻസിറ്റിയിലേക്ക് ഏത് വിഷയം കൊണ്ടുപോകുന്നതാണ്. അതിനകത്ത് ചില സമയത്ത് നമുക്ക് പൊടികളുടെ ആവശ്യം വരുന്നുണ്ടായിരിക്കും, ചില സമയത്ത് പൊടികളുടെ ആവശ്യമില്ലാതെ രീതിയിലേക്ക് പോകണം. അപ്പം ഇതിനകത്ത് അബ്സല്യൂട്ട് റൈറ്റ് ഒട്ടത്തും ഡിസൈനെ ബേസ് ചെയ്ത് മാത്രം അതിന്റെ മോഡൽ ബിന്ദുവെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഡ്രൈവറുടെ മോഡലിൽ ഈ പറഞ്ഞ ബിന്ദുവെച്ച് കൊടുക്കുന്നത് നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിന് ഗുണം കിട്ടുമ്പോൾ ഇത് പോകുന്നതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വാറന്റി ഫീസിന് വേണ്ടിയാണ് നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടും അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ചിലരൊന്നും ചെയ്യാതെ ഉണ്ട്. അത് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് ജസ്റ്റ് അഭിപ്രായമായി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ശരിക്കൊരു ക്യാമ്പിന്റെ നിരക്കി മാത്രമാണോ, അല്ലാതെ ഞാൻ ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്, അല്ലാതെ ചോദ്യവും ഏത് ചോദ്യവും ഒരു ഡിസ്കഷൻ പോയിന്റാണ് ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് പറഞ്ഞാൽ നമുക്കൊരു കോൺക്രീറ്റ് ഒരു ഫൈനൽ സെറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ മേളിൽ റീവർക്ക് ചെയ്തുകൊണ്ടൊരു ഇഷ്യൂ ഉണ്ട്. അതായത് രണ്ടാമത് കൈപ്പാഞ്ഞി പിടിച്ചു പോരുന്ന ഒരു ശീലം ഉണ്ടാകുന്നത് കൊണ്ടാണ് ക്രാക്കുകൾ ഇല്ലാതെ മാർക്കറ്റിംഗ് കൂടെ വന്നിട്ടുണ്ട്. അവർ നമ്മളെ ചേരാൻ കഴിയുന്നതാണ് സംഗതി അവിടെ സ്ഥാപിക്കാറുണ്ട്. വളരെ സന്തോഷം. എല്ലാവരും ഈ സാഹചര്യത്തിൽ ഇതുപോലെ കൂടുതൽ ഇരുന്നിട്ടില്ലെങ്കിലും ഇത്തരം സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് നമ്മുടെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഓരോ കുറേ ക്ലാസ്സുകൾ കിട്ടും. ഞാനൊരു നാടൻ 10ാം ക്ലാസ്സാണ്, 10ാം ക്ലാസ്സാണ്. 13 കൊല്ലമായിട്ട് ഈ സിമെന്റ് രംഗത്ത് പിന്നെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കഷ്ടപ്പെട്ട് പറയാന്ന് വെച്ചാൽ നമ്മുടെ ജ്യേഷ്ഠ സിമെന്റ് സെക്രട്ടറി ഒന്ന് പറയുന്നത് ഒന്നുകൂടി പറയണം. ഇല്ല ചോദ്യം സുധീറോടെ ആ വലിയ ഭയങ്കര അധ്വാനത്തിലായിരുന്നു. ആമുഖമായിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ വാട്സാപ്പിൽ ഇതൊരു 12 സംഭവമല്ല, വാട്സാപ്പിൽ വരുന്ന ഒരുപാട് ഫേക്ക് മെസ്സേജ്, അതുപോലെ വരുന്ന ഒരുപാട് ലിങ്കുകൾ, ഈ ലിങ്കുകളൊന്നും നമ്മൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഇത് ഒക്കെ ഫേക്കാണ്. ബ്ലോക്കിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും, പിന്നെ HTTPS എന്നുണ്ടാവും, സെക്യൂർ എന്നുള്ള S എന്നുണ്ടാവും. ആ സൈറ്റാണെന്ന് വെരിഫൈ ചെയ്ത് മാത്രമേ നിങ്ങൾ അതിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പിൻ നമ്പർ അടിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ ഡേറ്റ മുഴുവൻ കിട്ടുന്നത് വേറെ ഏതൊക്കെ കള്ളന്മാരുടെയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അത്ര എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായ അനുഭവമായിട്ട് പറയാം. ഒരാൾ ഒരു വാച്ച് ഓർഡർ ചെയ്തു, ഈ ഫേസ്ബുക്കിലൊരു സൈറ്റിൽ വാച്ച് ഓർഡർ, ഇത്ര 2000 രൂപ 21,000 വില വന്നു. ഏതോ ഒരു സൈറ്റാണ്, എന്താണെന്ന് പറയാം. പുള്ളി അത് ഓർഡർ ചെയ്തു, സംഭവം വാച്ച് വന്നു. വാച്ച് എന്ന് പറഞ്ഞാൽ ഏതോ ആള് എത്രയോ വർഷം ഉപയോഗിച്ച വരയും കൂടി വീണ ഒരു വാച്ചാണ് പുള്ളി കിട്ടിയത്.
ഏതാണെന്ന് പോലും ആ സൈറ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നു, അത് പോയി. നമുക്ക് വേറെ ആള് ഇവിടെ സുഹൃത്ത് തന്നെയാണ്, പുള്ളി കാറിൻ്റെ ടയറിൽ മാറ്റി നടക്കുന്ന ഒരു മിഷൻ 250 രൂപ. അത് തന്നെ മനസ്സിലാക്കി 250 രൂപയ്ക്ക് ഇത്രയും വലിയൊരു സാധനം കൊടുക്കില്ല എന്നുള്ളത്. പുള്ളി 250 രൂപയ്ക്ക് ഒരു ഫോണൊക്കെ കാറ്റ് കഴിഞ്ഞാൽ നമുക്ക് നടക്കാറ്. പുള്ളി അത് ഓർഡർ ചെയ്തു. ആ സാധനം ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ചെറിയ 2 മാസം കളി ഒരു സാധനം ഭാഗ്യത്തിന് പൈസ കൊടുത്തില്ല, ക്യാഷ് പെരുമാറ്റം ആയിരുന്നു, അതുകൊണ്ട് പൈസ കൊടുത്തില്ല. അപ്പോൾ ഇതൊക്കെ ഫേക്കാണ്. ഫേസ്ബുക്കിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ മെനക്കെടരുത്. അത് അബദ്ധമാണ്. മിക്കവാറും 90% ഫേക്കാണ്. കാരണം ഇതുപോലുള്ള അബദ്ധങ്ങളിലുണ്ട്. നമ്മൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്. ട്രാൻസാക്ഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അബ്ദുൽ ഗഫൂർ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ ജോസ് കുര്യാക്കോസ്, സെക്രട്ടറി ശ്രീ ഹംസ, ക്യാമ്പ് കൺവീനറായിട്ടുള്ള അജിത്ത്, പ്രിയപ്പെട്ട ഷബീർ, ഏറ്റവും പ്രിയപ്പെട്ട ലെൻസ് ഫണ്ടിന്റെ അംഗങ്ങളെ, പൊതുജനങ്ങളിലേക്ക് അതല്ലെങ്കിൽ സ്കൂൾ കുട്ടികളിലേക്ക് മാത്രമായിട്ടായിരിക്കും പലപ്പോഴും ഫയർ ഓഫീസർമാർ ദുരന്തമല്ലാത്ത സമയങ്ങളിൽ പോകാറുണ്ട്, ചെറുതുള്ള ക്ലാസ്സുകളോ മറ്റൊക്കെ ആയിരിക്കും. യഥാർത്ഥത്തിൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് പക്ഷെ ഈ കെട്ടിടങ്ങൾ, പാലങ്ങൾ, അതേപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളത് വികസനത്തിൽ ഏറ്റവും കാതലായ ഒരു വശം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന സമയത്ത് വിവിധ അപകടങ്ങളും ദുരന്തങ്ങളിലൊക്കെ അങ്ങനെ ദുരന്ത മേഖലകളിൽ കയറി ചെല്ലുന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സാവാറുള്ളത് നമ്മുടെ കാഴ്ചയിലും കാഴ്ചപ്പാടിലും അല്പമെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള പിന്നെ പുതിയ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആവണം നിങ്ങളുടെ കൂടെ പ്രവർത്തനം എന്നാണെന്ന് എനിക്ക് ആമുഖമായിട്ട് അറിയിക്കാനുള്ളത്. അതിനനുസൃതമായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതില് നിങ്ങൾ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച്, സൂപ്പർവൈസേഴ്സിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ള ഞങ്ങളാണ്. കാരണം പലപ്പോഴും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇടയ്ക്കര ടൗണിലുള്ള ഒരു ബിൽഡിംഗ്, ഒരു G+3 G+2 ഉള്ളൂ ആക്ച്വലി. അതിൽ ഏറ്റവും ടോപ്പ് ഫ്ലോർ അവരെത്തുന്നുണ്ട്, അത് ഒക്യുപ്പൻസിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ആ എൻട്രിയാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ആക്സസ് എങ്കിൽ ഈ പബ്ലിക്കിന്റെ സേഫ്റ്റിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം. കാരണം ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ താമസിക്കാനാണ് അല്ലെ, ഒക്യുപ്പൻസിക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. ഒക്യുപ്പൻസിയിൽ ആളുകൾ കൂടുന്ന ഒക്യുപ്പൻസി ഉണ്ടാവും, ആളുകൾ ഏറ്റവും മിനിമം വരുന്ന ഒക്യുപ്പൻസി ഉണ്ടാവും. അപ്പോൾ അതായത് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നിലവിലുള്ള റൂൾ പിന്നെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ മനസ്സിലാക്കി. അത് 10-12 പേര് മരിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അതൊരു പിന്നെ ഒരു അസൈൻമെന്റ് ആക്കി നമ്മൾ ചെയ്തിരുന്ന. അപ്പൊ അതിൽ ആത്യന്തികമായിട്ട് കുടുങ്ങാൻ ഒരുപാട് പേര് കുടുങ്ങി. എഞ്ചിനീയർ കുടുങ്ങി, ബിൽഡിംഗ് ഓണർ കുടുങ്ങി, അതിന് പെർമിഷൻ കൊടുത്ത ലോക്കൽ ബോഡീസിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കുടുങ്ങി. കുറെ പേര് അന്ന് തന്നെ റിമാൻഡ് ചെയ്തിട്ട് കേസ് ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പബ്ലിക്കിന്റെ സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുത്. ഞങ്ങളും പരമാവധി ചെയ്ത ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. നാളെ നമുക്ക് ഇതേപോലെ ഒരുപാട് നല്ല വർക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന്റെ ഇതിൽ നല്ല ഉയർന്നു നിൽക്കുന്ന നല്ല സുരക്ഷിതമായ നല്ല മനോഹരമായ കെട്ടിടങ്ങൾ വേണം. NBCയിൽ അങ്ങനെ വേണ്ടെന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആർട്ടിഫിഷ്യൽ കൊടുക്കേണ്ട എന്ന് പറയുന്നത്. എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് പിന്നെ 3500 സ്ക്വയർ ഫീറ്റ്, അതായത് 300 സ്ക്വയർ മീറ്ററിന് മേലെ ഒരു വീട് കിട്ടുന്നുണ്ട്. അപ്പൊ അയാളുടെ ഈ വീടിനോട് ചേർന്ന് ചെറിയ അടുക്കളയൊക്കെ കൂടെ ആക്കിയപ്പോഴാണ് ഇത് വന്നത്. എന്താ ചെയ്യേണ്ടത്? അപ്പോ പിന്നെ ഞങ്ങളത് നിങ്ങൾ നിലവിൽ റൂൾ പ്രകാരം പാർലമെന്റിലേക്ക് വരുന്നതിന് ലോക്കൽ ബോഡീസ് വഴി വരണമെന്നില്ല. എഞ്ചിനീയർമാരും ആർക്കിടെക്ട്സും സൂപ്പർവൈസർമാരൊക്കെ ആണത്. നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം ഞങ്ങളോട് അല്പസമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമായി കരുതാണ്. നമുക്കെന്തായാലും പിന്നെ സുരക്ഷിതമായ ജീവിതം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. അതിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരുന്നുണ്ടെങ്കിലും ഞങ്ങൾ മിക്കവാറും കാര്യങ്ങളൊന്നും അറിയാതെ പിന്നെ അവരുടെ വേണ്ട 2 നേരം അവർ ഉണ്ടാക്കും. ഒരു നേരം കോൺക്രീറ്റ് ചെയ്യും, ഒരു നേരം പിന്നെ ഞങ്ങൾക്ക് വരാതെ ഇല്ല.
പിന്നെ ഞങ്ങൾ കാണുന്ന നല്ലൊരു AC ആയിട്ടുള്ള അടിപൊളി ബിൽഡിംഗ് പിന്നെ കുറെ കാലങ്ങൾ കാണാം. പലരുടെ ഫലങ്ങളോട് ഇപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ ലെൻസ്ഫെഡാണ് അവിടുത്തെ നിയമലംഘനങ്ങളുടെ പിന്നാലെയൊക്കെ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ലെൻസ്ഫെഡാണ്. സമയം അതിക്രമിച്ചിട്ടുണ്ട്. പരമാവധി എടുക്കാൻ പറ്റുന്ന സമയം എടുക്കാം. നമ്മള് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാൻ. അപ്പൊ ഇത് തികച്ചും വിഭിന്നമായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ല എന്ന് പറയുന്നത്. നമ്മള് പേഴ്സണാലിറ്റീസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പ് എന്താണ് പേഴ്സണാലിറ്റി? പെർസോണ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന പദം ഉണ്ടായത്. പെർസോണ എന്നാൽ മുഖംമൂടി എന്നാണ്. അതായത് പണ്ട് യവന നാടകങ്ങളിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ കഥാപാത്രങ്ങൾ കൂടുതലും അത് പെർഫോം ചെയ്യുന്ന ആളുകൾ കുറവ്. അപ്പൊ ആ സ്ഥിതിയില് ഒരാൾ തന്നെ വിവിധ വേഷത്തിൽ കൈകാര്യം ചെയ്യും. അങ്ങനെ വിവിധ വേഷത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഒരു മാസ്ക് ഉപയോഗിച്ചിട്ട് ആണ് വേദിയിൽ പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് രാമായണ കഥയാണ് നാടകമായിട്ട് അവതരിപ്പിക്കുന്നതെങ്കിൽ വിഭീഷണന്റെ രാമനെ വേഷം ചെയ്യുന്ന ഒരാളായി അപ്പോൾ ഓടിപ്പോയി വേഷം മാറിയാൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? മാസ്ക് പോലെ സാധനം പിടിച്ചുകൊണ്ട് അഭിനയിക്കും. നമ്മുടെ ഈ വേനൽക്കാലത്ത് വളരെ റിസ്ക് ഉണ്ടാക്കും. അതുപോലെ വിഭീഷണായിട്ടാണ്. പക്ഷെ അതിന് പുറകിൽ അതല്ലാത്ത ഒരാളുണ്ട്. അപ്പൊ അതാണ് ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു സാധനം ആണ് ഡെവലപ്പ് ചെയ്തത് അല്ലേ? അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി എന്താ കുഴപ്പം? മാസ്ക് ധരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി അതല്ല. നമ്മൾ ഈ മാസ്ക് പുറത്തിറങ്ങുന്നവരാണ് നമ്മൾ പറയാൻ വലിയ സാമ്പത്തിക പ്രവർത്തകരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അയാളെ വീട്ടിലൊരു പക്ഷേ അയാളെ ഭാര്യയ്ക്ക് കുട്ടികളൊക്കെ അയാൾ പെരുമാറുന്ന രീതി വളരെ വ്യത്യാസമാണ്. നമ്മളെ പത്രം പറയുന്ന ദേഷ്യം നമ്മൾ പറയാം. ആ റിയൽ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ ആ ഒരു ശാസ്ത്രശാഖയാണ് എനിയോഗ്രാം എന്നത്. എനിയാൻ എന്ന് പറഞ്ഞാൽ 9 എന്നും ഗ്രാം എന്ന് പറഞ്ഞാൽ 1000. 9 തരംതിരിച്ച പേഴ്സണാലിറ്റി. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ നമ്പേഴ്സ് ഉണ്ട്. 1 to 9, 1 മുതൽ 9 വരെയുള്ള പേഴ്സണാലിറ്റി. എനിയാഗ്രാം എന്ന് പറയുന്നത് ഏകദേശം എഴുതപ്പെട്ട രേഖകൾ കിട്ടിയിട്ട് 3000 വർഷം പഴക്കമുള്ള ഒരു സയൻസാണ്, ഒരു സ്പിരിച്വൽ സയൻസ് ആണ്. ഇത് അഫ്ഗാൻ ദർശനത്തിലെ റിഫായി താരിഖ് എന്ന് പറയുന്ന സൂഫി വര്യന്മാരാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അത് ഒരു അമേരിക്കക്കാരൻ അയാൾ അരീക എന്ന അക്കാദമി സ്ഥാപിച്ച് അയാളാണ് നമ്മുടെ ലോകത്തിന് എഴുതപ്പെട്ട രേഖയായിട്ട് വന്നിട്ടുള്ളത് എനിയോഗ്രാമിന്റെ അദ്ദേഹം. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച. എനിയോഗ്രാം എന്ന് പറയുന്നത് 9 പേഴ്സണാലിറ്റീസ് ആണ്, 9 ഭാഷ. ഇവിടെ എനിയോഗ്രാമിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് ശരിയും തെറ്റും തമ്മിലുള്ള പ്രശ്നമല്ല. ശരിയും തമ്മിലുള്ള പ്രശ്നമാണ്. എന്റെ ശരി നിങ്ങൾക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ ശരി എനിക്ക് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പൊ ശരിയും തമ്മിലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എനിയോഗ്രാം ശരിക്കും ഫാമിലി കൗൺസിലൊക്കെ എനിയോഗ്രാം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് എനിയോഗ്രാം. അതായത് 10-20 വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവ് തന്നെ പറയാറുണ്ട്, എന്നെ മനസ്സിലാക്കാൻ എന്റെ ഭർത്താവിനായിട്ടില്ല, ഭർത്താവ് പറയാറുണ്ട് എന്നെ മനസ്സിലാക്കാൻ എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കില്ല. കാരണം ഇവർ രണ്ടുപേരും പറയുന്നത് 2 ഭാഷയാണ്. എനിയോഗ്രാം എന്ന് പറഞ്ഞാൽ 9 ഭാഷ. അപ്പൊ ഈ ഭാഷ പഠിക്കുമ്പോൾ ഇത് നമ്മളെ തന്നെ ഏതാണ് നമ്മുടെ പേഴ്സണാലിറ്റി, റിയൽ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കുന്നതിനൊപ്പം നമ്മുടെ കൂടെയുള്ള പങ്കാളികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചർച്ച ചെയ്യുക. ആ 9 ഭാഷ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു വലിയ സബ്ജക്റ്റ് ആകുമ്പോൾ കുറച്ച് സമയമാണ് നമ്മൾ എടുത്തു തീർക്കുന്നത്. അപ്പൊ അതിലൊരു പോരായ്മ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ നിലമ്പൂർ ഏരിയ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അതിൻ്റെ ഒരു കുറവുകളും ഒക്കെ ക്ഷമിക്കണം. ആ രീതിയിൽ പല സ്ഥലങ്ങളിൽ സ്വന്തം വീട്ടിൽ അവതരിപ്പിക്കുന്ന പോലെയാണ് ശബ്ദം വരുന്നത്. പല സ്ഥലങ്ങളിൽ ബോധോദയം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ശ്രീബുദ്ധൻ പറഞ്ഞ വളരെ എളുപ്പമാണ്. എല്ലാവരും വളരെ എളുപ്പമാണ്. ശ്രമങ്ങൾ ഉപയോഗിച്ചാൽ. ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അഹങ്കാരിയാണ്. അപ്പൊ ഞാൻ അഹങ്കാരി അല്ലാന്ന് എനിക്ക് കാണിക്കാം, അതിനുള്ള ശ്രമം. അല്ലെങ്കിൽ ഞാൻ എന്തിന്റെ ഗുണം ഇല്ല, ആ ഗുണം ഉണ്ട് എന്ന് കാണിക്കാൻ ശ്രമം. ആ ശ്രമം ഒഴിവാക്കിയാൽ
തീർച്ചയായിട്ടും നമുക്ക് അതിൽ പിന്നെ എല്ലാവരും സാധിക്കുന്നതാണ് സ്വീകരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഇതിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മാസ്കിന്റെ കാര്യം പറഞ്ഞു. മാസ്ക് നമ്മളൊക്കെ ഒരു മാസ്ക് ധരിച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞ 9ആയിട്ട് നടന്നിട്ടുള്ള ഏരിയാഗ്രാമിന്റെ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് വിശദമായിട്ട് അവരോട് പറയാം. പെർഫെക്ഷനിസ്റ്റ് എന്ന സമ്പൂർണ്ണവാദം. സമ്പൂർണ്ണവാദം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ വീടുകളിൽ മൊത്തം കണ്ട ഇവർക്ക് നമ്മളെ വീട്ടിൽ കയറുമ്പോൾ ഷൂ പത്ത് ദിവസം നോക്കണം, ചപ്പൽസ് 10 ദിവസം നോക്കണം, പേപ്പർ കൊണ്ട് കൃത്യമായി ഇറക്കി വെക്കണം. ആ രീതിയിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ളതാണ്. അവർ കാണുന്ന കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. 10 മണിക്ക് ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് പറഞ്ഞാൽ 9:45 എത്തും. 10 മണിക്ക് തുടങ്ങിയിട്ടില്ലെങ്കിൽ 10 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞ് തുടങ്ങിയില്ലെങ്കിൽ സംഘടനകളൊക്കെ ഇത്തരം ആളുകൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ പിന്നെ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്താൽ അങ്ങനെ തെറ്റാണ്, അയാളെ വിളിച്ചു വരുത്തി അത് നിയമപ്രകാരം തെറ്റാണ്. അങ്ങനെ നിയമമില്ലാത്തതും പാലിക്കണമെന്ന് കർക്കശം പിടിക്കുന്ന ഒരാളാണ് ഈ രീതിയിലുള്ള പേഴ്സണാലിറ്റി നമ്പർ 1 എന്ന് പറയുന്ന സമ്പൂർണ്ണവാദി എന്ന് പറയുന്നത്. ഹെൽപ്പർ ഹെൽപ്പർ എന്ന് അറിയപ്പെടുന്നത് ഹെൽപ്പറായിട്ട് കാണപ്പെടും. ഹെൽപ്പറായിട്ട് കാണപ്പെടുക മീൻസ് ഇവർക്ക് പിന്നെ സഹായം എന്ന് പറയുന്നത് കല്യാണത്തിലൊക്കെ 4 ദിവസം തുറക്കും. എന്നിട്ട് സകലമായ സാധനം ഏറ്റെടുത്ത് വേണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം പറയാ വെച്ച് ചെയ്യുന്ന ഒരു പിന്നെ നമ്മുടെ നാട്ടിലെ ഏടം ഇപ്പൊ ഭാരതമാണ് സിനിമയിൽ മോഹൻലാലിന്റെ കാര്യം. ആർക്കും കാശ് സ്വന്തം കൈ കാശില്ലെങ്കിൽ ഈശയും കാശില്ലെങ്കിൽ ആരോഗ്യം കടമായിട്ടും ഇതൊക്കെ തിരിച്ചു കിട്ടും. ആ രീതിയിലുള്ള ഇവർക്ക് പിന്നെ നമ്മൾ പിന്നെ വീട്ടില് വലിയ സഹായം ഉണ്ടാകും. നാട്ടിലാണ് വീട്ടുകാർക്ക് ആർക്കും വലിയ ഉപകാരം ഉണ്ടാകും. പക്ഷെ നാട്ടുകാർക്ക് അത് വളരെ ഉപകാരിയാണ്. ഏത് കല്യാണത്തിനും മരണസംഖ്യ ഉണ്ടാവും. ഇപ്പൊ ഇയാൾക്കുള്ളൊരു ഒറ്റ കാര്യം അംഗീകാരമില്ല. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നത് ഒരു വണ്ടി ഓടണമെങ്കിൽ ഇതാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അംഗീകാരം വേണ്ട, കാശൊന്നും വേണ്ട, ഇയാൾ അംഗീകരിക്കണം. ഇയാൾ അവിടെ അംഗീകരിച്ചില്ലെങ്കിൽ ഇയാൾ വേണ്ട. കല്യാണ വീട്ടിലൊക്കെ ചെയ്തിട്ട് ആർക്കും ഇയാളെ കാരണം ഇവിടെ കാപ്പിയെ കൊടുക്കുന്നു, ചായ കൊടുക്കുന്ന അങ്ങനത്തെ നിൽക്കുന്നത്. അതെന്തിനാണ് ഇങ്ങനെ മനസ്സിലാക്കാൻ അത് ചായ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാ, കേൾക്കാൻ വേണ്ടി, വേറൊന്നുമില്ല. കേൾക്കണം. നമ്മളാണെങ്കിൽ ജന്മം ചെയ്താൽ പറയും മാത്രമല്ല എന്ത് പറയും, വേറെ കാര്യങ്ങൾ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം അനിയന്റെ വീട്ടിൽ പോയപ്പോ അതൊന്നും ചായ അതാണ് ചായ. ഇത് പറയൂല, ഇത് പറയില്ല. ഇപ്പൊ ഈ ആളുകൾക്ക് ഈ ഒന്നും വേണ്ട, അവർക്ക് പിന്നെ സ്വർണ്ണ പണമൊന്നും വേണ്ട. ഇനി ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താ സംഭവിച്ചാല് നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാം ചെയ്യണം. ഇപ്പൊ നമ്മള് കാര്യം കൂട്ടി തുണിക്കട പോയി എന്ന് പറഞ്ഞാൽ ചുരിദാറൊക്കെ എന്തിനായിട്ട് ഒരുപാട് ചുരിദാറുണ്ട് വേണ്ട, എന്നാൽ സാരി ആവും. കഴിഞ്ഞ ആഴ്ച അനിയത്തിന് സാരി വന്നു, അത് സാരി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ എടുത്തിട്ടില്ല, ഞാൻ ബാക്കി വീട്ടാർപ്പെടുത്ത് നമ്മൾ വെച്ച് വീട്ടിലെത്തി. പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി കശവിശ വരുമ്പോ ആദ്യം എടുത്തിരുന്നത്. പക്ഷെ ഞങ്ങളെ ഇന്നലെ പോയിട്ട് എനിക്ക് കമ്പനിയുടെ കഷ്ണമെങ്കിലും വാങ്ങിക്കണം. അപ്പൊ ഇയാൾ ചോദിച്ചാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ വിളിച്ചതാണ് ചോദിക്കേണ്ടത്. എന്തിനാ ചോദിച്ചത്? ചോദിക്കുമ്പോ ഞാൻ വേണ്ടാന്ന് പറയും. ശരിക്കും വിളിച്ചു തരണം. ആ സ്വഭാവമുള്ള ആളുകൾ, ആ സ്വഭാവമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ഒരു അംഗീകാരം കിട്ടേണ്ട പിന്നെ ഉള്ള ആളുകളാണ്. അതിൽ ഒരു കളി കൂടി പറയാം, സമയം പോലെ നോക്കാം. അപ്പൊ ഹെൽപ്പർ ഞാൻ പറഞ്ഞു പിന്നെ ഏറ്റവും റെഡിയുണ്ടായ ആളുകളാണെങ്കിൽ നമ്മുടെ മധ്യപ്രദേശിനെ പോലെയുള്ള ആളുകളായി പ്രശ്നം കിട്ടും. അതേപോലെ ഒക്കെ ആളുകളായിട്ട് റെഡീംഡ് ആളുകളായിട്ട് മാറും. എല്ലാ വർഷവും ഒരു റെഡീംഡ്, അൺറെഡീംഡ് ആൻഡ് നോർമൽ കണ്ടീഷൻ ഉണ്ട് ഒരു എല്ലാ പേഴ്സണാലിറ്റീസും. റെഡീംഡ് ആളുകൾ എന്നുള്ളതാണ് പേഴ്സണാലിറ്റി. റെഡീംഡ് ആളുകളാണ് ഏറ്റവും നല്ല ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അൺറെഡീംഡ് ആയിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പൊ ഇത് ഈ പേഴ്സണാലിറ്റി റെഡീംഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇവര് വിജയശ്രീലാജ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി. അച്ചീവർ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മൊത്തമെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി പെടുന്ന അവർ ചെയ്യുന്ന എല്ലാ സംരംഭങ്ങളും വളരെ പെട്ടെന്ന് പിന്നെ അത് ഫുൾഫിൽ ആവും. വിജയശ്രീയിൽ ആളുകളായിട്ടുള്ള ആളുകളാണ്. ബിസിനസ് കാറ്റഗറി പെടുന്ന ആളുകൾ മിക്കവാറും ഈ ഇതിൽ വരുന്ന കാറ്റഗറീസിൽ വരുന്ന ആളുകളാണ് വിജയശ്രീയിലാണ്.
ഇവരെ സ്വഭാവം നമ്മൾ വളരെ കഠിന പ്രയത്നം ചെയ്ത് വളരെ ഇതിലേക്ക് വരും. വളരെ പിന്നെ അവരുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് ഈവൻ അവരെ വിചാരിക്കുന്നത് അവരുടെ ശരീരമാണ് മറ്റാളുകളെ അവരെ ആകർഷിക്കുന്ന ഒരു ഘടകം. അപ്പോൾ അവർ വളരെ നന്നായി വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അതേപോലെ മിക്കവാറും കൂടുതൽ ആളുകൾ ചികിത്സയും അല്ലെങ്കിൽ താടിയൊക്കെ നന്നായി വ്യക്തിയൊരുക്കി വളരെ ഭംഗിയായി അവരെ മുഖം ശരീരം മുഖം ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ കാറ്റഗറി പേഴ്സണാലിറ്റി 3 വരുന്ന അച്ചീവർ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻഡിവിജ്വലിസ്റ്റ് ഇവർക്ക് ഉള്ള ഒരു ഇതിൽ പറഞ്ഞത് ആർട്ടിസ്റ്റ് ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറയുന്നത് കലാകാരന്മാർ കവികൾ അതുപോലെ സാഹിത്യകാരന്മാർ ഇതൊക്കെ പാട്ട് എഴുതാൻ പാട്ട് പാടുന്നതല്ല പാട്ട് എഴുതുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരെ സ്ഥായിയായ ഒരു ഭാവം എന്ന് പറയുന്നത് പിന്നെ ദുഃഖത്തെ ഗർഭധരിച്ച് കവിയെ പ്രസംഗിച്ചു ആലങ്കാരികളൊക്കെ കുറെ ഭാവനാ രംഗത്ത് ഭാവനാ ലോകത്ത് വിരാജിക്കുന്ന ആളുകളാണ് ഇവർ. ഭാവനയുടെ ലോകങ്ങളിലേക്ക് ചെറുക്കുന്നത് നമുക്കറിയാം. താരപൂര് നടക്കുന്ന ഒരു പൂവിനെ കണ്ടപ്പോഴാണ് കുമാരനാശൻ നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ കുമാരനാശാനെ തോന്നിയത് ആ പുഷ്പമേ അധിക ദുരിതപഥത്തിനെത്ര രാത്രി കണക്കെ വിരാജിച്ചിരിക്കുന്നു കുമാരനാശൻ പറഞ്ഞപ്പോൾ നമുക്ക് സ്ഥിരം ഒരു പൂവിനോട് തോന്നി. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ പാട്ട് എഴുതാൻ വീഷ്ണതജിയെപ്പോലും നല്ല കഥകളാണ് സാഹിത്യകാരന്മാരൊക്കെ ഈ ഈ റെഡിയുണ്ടായ ഈ കൃഷികൾ സന്യാസികളുണ്ടാകും. അതായത് ഈ നമുക്ക് വേദങ്ങളും ഉപനിഷത്തും വേണ്ടിയുള്ള ആളുകളൊക്കെ ഈ കണക്കിലുള്ള അവരെ റെഡിയുണ്ടായിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ഇവർക്ക് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഭാവനാലോകത്ത് ഇങ്ങനെ വിചാരിക്കുന്ന അവരുടെ സ്ഥായിയായ ദുഃഖം വളരെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കാറില്ല. പ്രത്യേക രീതിയിൽ അവര് പിന്നെ എന്താ പറയുക പിന്നെ അവരെ നേരത്തെ സൂചിപ്പിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് വേഷവിധാനങ്ങളിലോ ഒന്നും അവർക്ക് താല്പര്യമില്ല. കിട്ടുന്നോ അല്ലെങ്കിൽ തന്നെ ആ രീതിയിൽ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്ന ആളുകളാണ്. അവരുടെ വേഷത്തിലൊന്നും അവർക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് പിന്നെ പുസ്തക പുഴുക്കൾ എന്ന് സ്വാഭാവികമായിട്ട് പറയാവുന്ന ഒരു കാറ്റഗറിയിലുള്ള ഇവർക്ക് നോളജ് അറിവ് നേടാനായിട്ട് മാത്രം ജനിച്ച ആളുകളാണെന്നാണ് ചോദിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ പല കാര്യങ്ങൾക്കും സംശയം. ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി അവരങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അവര് ജീവിതകാലം കൊണ്ട് ഇങ്ങനെ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് അവരങ്ങനെ പോകും. അങ്ങനെ പല PhD ഒക്കെ പഠിച്ചാൽ ഇങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഇതിൽപ്പെടുന്നതാണ്. ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവര് പല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. പക്ഷെ ഒരു സദസ്സിൽ 4 കൂടുതൽ ആളുകൾ ഇവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അന്തർമുഖം എന്ന് പറയുന്നത് ഈ പുസ്തകം പഠിക്കുന്ന ആളുകളെയാണ് പുസ്തകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റാളുകളോട് ഇടപെടാൻ വിമുഖത കാണിക്കുന്ന ആളുകളാണ്. ഇടപെടാൻ അവർക്ക് മടിയാണ്. ഇതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. പക്ഷെ അവർ ഏറ്റവും നല്ല കണ്ടുപിടുത്തത്തിൽ ഒരുപാട് തോമസ് ആൽവ എഡിസനെ പോലെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ആളുകളൊക്കെ ഈ കാറ്റഗറി കിട്ടുന്നതാണ്. പക്ഷെ അവർക്കുള്ള പ്രശ്നം നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആളുകളോട് മുഖത്ത് നോക്കി ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ പ്രയാസമുള്ള ആളുകളാണ് ഈ രീതിയിൽ വരുന്ന ആളുകൾ. പക്ഷെ ഏറ്റവും ടൈപ്പ് 6 ദ ലോയലിസ്റ്റ് ഇവര് സപ്പോർട്ടർ എന്നുകൂടി പറയാം. സപ്പോർട്ടർ എന്നുകൂടി വരുന്ന ഒരു വിഭാഗത്തിലുള്ള ഇവർക്ക് കൂടുതൽ ഇവരെ ഒരു യജമാന്റെ കീഴിൽ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാള് യെസ് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ വളരെ കൃത്യമായി കാര്യം ചെയ്യും. അതിനൊരാൾ വേണം അവരെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ക്ലർക്കുമാരൊക്കെ നല്ല ക്ലർക്ക് ഡീലാക്കുന്ന ഇവർക്ക് നല്ല ജോലി ചെയ്യുന്ന ക്ലർക്കുമാരാണ്. പക്ഷെ ഒരാൾ ഇവരെ മുകളിൽ അവരെ മോണിറ്റർ ചെയ്യാണ്. അത്തരത്തിലുള്ള ആളുകളാണ് ഈ ലോയലിസ്റ്റ് എന്ന് പറഞ്ഞ ആളുകൾ. ഇവർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും സംശയം പേടി. ഒരാളോട് സംശയം ചോദിച്ചു അത് അതിനൊരു പരിഹാരം ചോദിച്ചാൽ അതിന് കൃത്യമാകാതെ അടുത്ത ആൾക്കാർ അങ്ങനെ ചോദിച്ച് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കുകയും എന്നാൽ അത് വൃത്തിയാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളാണ്. പക്ഷെ റെഡിയുണ്ടായ ഏറ്റവും നല്ല ഒരു ക്ലർക്കായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള ആളുകളാണ്. ഇവർക്കൊരു ബോസുമാണ്. ഒരു ബോസിന്റെ കീഴിലല്ലാതെ ഇവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ സ്വന്തമായി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. അപ്പോ ഒരു കണക്കിന് ഒരു കാലത്ത് നമ്മുടെ ഈ 6 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യക്കാർക്ക് ലെവലല്ലേ ഓൾമോസ്റ്റ് ആ ലെവലിലേക്ക് വന്ന് അതുകൊണ്ടാണ് യജമാന്മാരും
ഏറ്റവും നല്ല ആത്മാനുഭക്തികളായിരിക്കും, ഏറ്റവും നല്ല അണികൾ എന്ന് പറയാം. ഏറ്റവും നല്ല നേതാവല്ല, ഏറ്റവും നല്ല അണികളായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ. പക്ഷേ ഒരാൾ വേണം, എപ്പോഴും മാനേജർ ഒരാൾ വേണം, സംശയം ദൂരീകരിച്ചു കൊടുക്കാൻ ഒരാൾ വേണം, സ്വന്തമായ അഭിപ്രായം ഇല്ലാത്ത ആളുകളാണ്. ഇളപ്പെടുന്ന ആളുകളാണ്. ഇവര് കൂടുതൽ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഒരു കാര്യത്തിലാണ്. അതായത് ഇവരുടെ ഒരു സ്ഥായിയായ ഭാവന എപ്പോഴും ബി ഹാപ്പി മേക്ക് അതേ സാധിക്കും എന്നാണ് അവരുടെ ഒരു മുദ്രാവാക്യം. ആളുകളെ സന്തോഷിപ്പിക്കുക, സ്വയം സന്തോഷിക്കുക, ആളുകളെ സന്തോഷിക്കുക. അപ്പോ ഏറെക്കുറെ ഒരു 80% സെലിബ്രിറ്റീസ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് ഫ്രണ്ട്സ് സർക്കിളാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് താല്പര്യം. ഫ്രണ്ട്സ് കൊണ്ട് കൂടി യാത്ര പോകാം, അങ്ങനെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ലൈഫ് ആസ്വദിക്കാനുള്ളതാണ്. അത് അതിന്റെ പാരമ്പര്യത്തിൽ ആസ്വദിക്കണമെന്ന് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും കാശുകൊണ്ട് ആ രീതിയിലേക്ക് മാറുന്ന ആളുകൾ എപ്പോഴും. പക്ഷെ ഇവരെ വീടിനകത്ത് കൊണ്ട് അംഗീകാരം കിട്ടാവുന്നവർ വീടിനകത്ത് അങ്ങനെ ആയിക്കോളും. പക്ഷെ പുറമെ ആളുകൾ പുറമെ ആളുകൾക്ക് സങ്കടം വന്നാൽ പോലും പുറമെ ആളുകൾ കാണരുത് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. എപ്പോഴും വളരെ സന്തോഷമായി വാരിക്കോളം ഉല്ലസിച്ച് നടക്കണം. അങ്ങനെ ഇവര് ഒരു നടക്കുന്നതിന്റെ താളത്തിലാണ്, ഒരു ഡാൻസിന്റെ താളത്തിലൊക്കെ നടക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ കാണുമ്പോൾ ആ രീതിയിലൊക്കെ ആയിട്ടാണ് എപ്പോഴും നല്ല സന്തോഷമായ. അപ്പൊ നമ്മളെ ചിന്തിക്കുന്ന ഇയാളമായി ആയിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന അത്തരത്തിലാണ് കണ്ടുവരുന്ന ആളുകളായിരുന്നു. ഡിപ്രഷൻ വിഷാദരോഗം. വിഷാദരോഗത്തിന് കാരണം എപ്പോഴെങ്കിലും ഇവരുടെ ഒരു ഹാപ്പിനെസ് പോകുന്നത് നേരെ മാറുന്നത് ഈ വിഷാദരോഗത്തിലേക്കാണ്. നമുക്കറിയാം 80% വിജയിച്ചത് ഇവരൊക്കെ ഒക്കെ അതിൽപ്പെട്ട ആളുകളാണ്. സെലിബ്രിറ്റീസ്, മോസ്റ്റ്ലി സെലിബ്രിറ്റീസ്. ടൈപ്പ് ചാലഞ്ചർ മീൻസ് അതിന്റെ ബോസ് ഒന്നുമില്ല. ഇവര് ലീഡറാകാൻ ജനിച്ച ആളുകൾ, നടപ്പിലും എടുപ്പിലും ഒക്കെ ലീഡർ, മേധാവിത്വം കൊടുക്കുന്ന ആളുകൾ. സംസ്ഥാനത്തിലാണെങ്കിലും അവരുടെ ഭാവപ്രകടനത്തിലാണെങ്കിലും അവർ ജനിച്ചു തന്നെ അവരുടെ ലീഡറാകാൻ ആ രീതിയിൽ ആളുകളെ കൂടി ചെയ്യാം. നേരത്തെ ബ്രിട്ടീഷുകാർക്ക് ചെറിയൊരു കോളനിയിൽ നിന്ന് ഇവിടുത്തെ ആളുകളെ കൊണ്ടുവരുന്നെങ്കിൽ അവരതിനു വേണ്ടി ജനിച്ചപ്പോൾ നമുക്കറിയാം. പിന്നെ കാട്ടിലെ സിംഹം, പിന്നെ രാജന്റെ രാജാവ് വായിച്ചാൽ സ്വയമേവ മൃഗേന്ദ്രതാണ്, സ്വയം രാജാവായി അവതരിച്ചാണ്. അങ്ങനെ സ്വയം ലീഡറായിട്ട് അവതരിക്കുകയും ആ ഒരു ലീഡർഷിപ്പ് മെന്റാലിറ്റിയും എല്ലാവരുടെയും കാണിക്കുകയും ആ അധികാരവും അഹങ്കാരവും കാണിക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ഒരു കാരണങ്ങളാണെന്ന് ഞാൻ ലോകത്ത് ജനിച്ചിട്ടുള്ളത് ലീഡറാകാൻ വേണ്ടി, ലീഡർ അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെ റെഡിമെയ്ഡ് ആളുകൾ ഈ രാജ്യത്ത് ഏറ്റവും നല്ല ലീഡർമാരായിട്ടുണ്ട്. ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ലീഡർമാരാണ്. നന്നായി അവരെ ഭീഷണിപ്പെടുത്തി നമ്മളെ പേടിപ്പിച്ചിട്ട് ഭരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ലീഡറായിട്ട്. ഇതിന്റെ അൺകണ്ടിയുടെ വേർഷനാണത്. അവര് മോശമാകുന്നത് ആ രീതിയാണ്. മറ്റേത് അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ആളുകൾക്ക് നല്ല കാര്യം ചെയ്ത് അവിടെ അവർ ലീഡറാകുന്നെങ്കിൽ അതിന്റെ അൺകണ്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഗുണ്ടകളായി കൊണ്ട് ആ രീതിയിലേക്ക് വരുന്നതാണ്. അതന്നെയാണ് അത്. ലാസ്റ്റ് ടൈപ്പാണ് ടൈപ്പ് 9, പീസ് മേക്കിംഗ്, സമാധാനകാംക്ഷ. സമാധാനകാംക്ഷ അതായത് ഇത് സമാധാനകാംക്ഷ പറയുമ്പോൾ അവര് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി സമാധാനകാംക്ഷ എന്ന് പറയാം. കാരണം ഇപ്പോൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ബസ്സിൽ പോകുമ്പോഴേ ഭാര്യ നോക്കിക്കഴിയുമ്പോൾ ഭർത്താവ് പരാതി വന്നാല് ഭാര്യ ഭർത്താവിന് പരാതി പറയുമ്പോൾ ഭർത്താവ് അടുത്ത സ്റ്റോപ്പിൽ ആക്കാനുള്ളതാണ്. അതെ, പ്രശ്നം ഉണ്ടാക്കണം, പോയാൽ പോലെ എന്ന് ചോദിക്കുന്ന തരത്തിലാണ്. അപ്പൊ നിസ്സാര കാര്യത്തിന് നിസ്സാരമായിട്ട് തീരുന്ന ചില പ്രശ്നങ്ങൾ ഇടപെടാതെ ഒഴിഞ്ഞു മാറിയിട്ട് അത് വലിയൊരു പ്രശ്നമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന സംഭവം.
അത്തരത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ പീസ് മേക്കർ. പക്ഷേ പീസ് മേക്കർ റെഡീംഡായ നമ്മുടെ രാജ്യത്ത് ഈ മഹായുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടായില്ലേ, സുഭാഷിന്റെ ഇത്ര മാത്രമേ നാളെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്ന രണ്ടാണ് ഈ ഇരിക്കുന്ന മൂന്നാണെന്ന് പറയാനല്ല, മറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കി ഏതാണ് എൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി അതിൻ്റെ റെഡീംഡ് വേർഷനിലേക്ക് പോകാനാണ്. അതുപോലെ തന്നെ ഈ 2021 എന്ന സ്റ്റഡി ക്യാമ്പിന്റെ അവസാന നിമിഷത്തിലാണ് നമ്മൾ കൈവശമുള്ളത്. ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്നെക്കാളും കൂടുതൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്ന ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എല്ലാവരും. സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മെച്ചങ്ങൾ ഉണ്ടായിട്ട് അവർ പ്ലാനുകളിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ കരിയർ അവർക്ക് മെച്ചപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം. ഇവിടെ നമ്മൾ പ്ലാൻ കൺസോളിഡേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ആമുഖമായിട്ട് ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. നമ്മൾ സാധാരണ പ്ലാൻ സമർപ്പിക്കുമ്പോൾ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് പ്ലാൻ സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ എല്ലാം സങ്കീർണ്ണ സോഫ്റ്റ്വെയർ ആയിരുന്നു, ഓൺലൈനിലാണ് വേണ്ടത്. അതിന് അപ്ലിക്കേഷൻ വേണം. ഈ അപ്ലിക്കേഷൻ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിനും ബിൽഡിംഗ് റെഗുലറൈസേഷനും ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയറിന്റെ നികുതി അടച്ച റെസിപ്റ്റ് നമ്മൾ 2020-2021 കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ 2021-2022 നികുതി വേണം. പിന്നെ നമുക്ക് ഇപ്പോൾ ഹൈറേഷനിലേക്കാണെങ്കിൽ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് വേണ്ടി അങ്ങനെ പ്ലാനുകൾ ബേസിക്കായിട്ട് വേണ്ട നമുക്ക് 3 സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, ബിൽഡിംഗ് പ്ലാൻ. ഇനി കീ മാപ്പ് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ കീ മാപ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മെഷർ ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, മെഷർ ഡിസ്റ്റൻസ് ഉണ്ടാവും തൊട്ട് മുകളിലായിട്ട്. എന്നിട്ട് നമ്മൾ ആ വാല്യൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ആ മെഷർ ഡിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ റോഡാണെങ്കിൽ നമ്മൾ മാപ്പ് ഇങ്ങനെ നീക്കി കൊടുക്കാം. അങ്ങനെ നീക്കി കൊടുക്കാം. അപ്പോൾ ഒരു നീല ഡോട്ടർ ലൈൻ ഇങ്ങനെ നീങ്ങുന്നതാണ്. ഓക്കെ, എന്നിട്ട് വല്ല ബെൻഡൊക്കെ വരികയാണെങ്കിൽ ഒരു പ്ലസ് കാണാം, പ്ലസ്സിൽ നിൽക്കുക, വീണ്ടും നമുക്ക് ബെൻഡ് ചെയ്ത് അങ്ങനെ പോകാം. അപ്പോൾ അവിടെ ഈ സൈഡിലായിട്ട് എത്ര മീറ്റർ റോഡിൻ്റെ നീളം എത്രയെന്നുള്ള സൈഡിൽ കാണാം താഴെ. അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ച് അളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ നിന്നും റോഡിൻ്റെ ലെങ്ത്ത്, കീ മാപ്പിലൊക്കെ നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെയുള്ള ദൂരം, ഒരു ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷൻ വരെയുള്ള ദൂരം, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാപ്പ് വെച്ചിട്ട് കിട്ടും. നമ്മൾ ടേപ്പ് വെച്ച് ഇങ്ങനെ മെഷർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ആ നമ്പർ അടിച്ചാൽ മതി അല്ലേ? ക്ലാസ് എടുത്തു വന്ന എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇത് നിയാസാണ്, കരക്കരയാണ് സ്ഥലം. എല്ലാം കൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ട് പോയി. തോന്നുന്നത് പോലത്തെ ക്ലാസ്സുകൾ നടത്തുന്ന സംഘടനയോട് ഓഫീസ് ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് സംഘാടകർ എല്ലാവരും നന്ദി പറയുകയാണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും സംഘടിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ കാലത്തെ നമ്മുടെ ആഗ്രഹം സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ് എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു. ഫയറിൻ്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ ഇനിയും ബാക്കിയുള്ള കമ്പസിനും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ക്ലാസ് കൂടുതൽ ഭംഗിയായി നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സംഘാടകരെയും പ്രോത്സാഹിപ്പിക്കുന്നു. പേരും സെക്രട്ടറി ഏരിയ ട്രഷറാണ്, പൂക്കട്ടുമാടാണ് ഓഫീസ്. ഞാൻ ഗിരിനാഥൻ, പിന്നെ നിലമ്പൂരാണ് ഓഫീസ്, ഐശ്വര്യ കൺസെഷൻ. നല്ല പരിപാടിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടണം എന്ന് പറഞ്ഞ് കൂടാൻ പറ്റിയത് ഇപ്പോഴാണ്. ഇനിയും ഇതേമാതിരിയുള്ള ഇതിലേറെ ഉഷാറായിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. പിന്നെ കൂടുതൽ ആൾക്കാരെല്ലാം കൂടി പങ്കെടുപ്പിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്യണം. നല്ല പരിപാടിയാണ്. വളരെ നല്ല ക്യാമ്പായിരുന്നു. ജ്ഞാനപ്രദവും ഉപകാരപ്രദവും അതുപോലെ എല്ലാവർക്കും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ക്യാമ്പുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എൻ്റെ പേര് അജയ്. എൻ്റെ പേര് രാജൻ. ഞാൻ വാണിയമ്പലം വാണിയമ്പലം വണ്ടൂർ അത്താണിക്കാൻ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക്
ന്യൂ കമേഴ്സിനോടാണ് കൂടുതൽ, അതായത് പുതിയ മെമ്പേഴ്സിനോടാണ് പറയാൻ. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ പരിപാടി നമുക്ക് മുന്നോട്ട് ഇതൊരു തുടക്കം മാത്രമായിട്ട് കണക്കാക്കുക. എല്ലാവരും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പരിപാടീൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ളവരെ പുതിയ മെമ്പേഴ്സിനോട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി. എനിക്ക് വളരെ നല്ല രീതിയിലും അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മളെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി ഒരു നന്ദി അറിയിക്കുക എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വണ്ടൂരാണ് ഓഫീസ് പാർപ്പിടം. അങ്ങനെ നല്ല ക്ലാസ്സായിരുന്നു, നല്ല സംഘാടനം. ഇനിയും കുറേ മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും, പങ്കെടുത്തവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു ഓൾ ഓഫ് യു. ഞാൻ ജാബിർ ചന്തക്കുന്ന്. എക്സ്പെർട്ടിൽ വന്നതിന് ശേഷം ഇത്ര നല്ല ക്യാമ്പ് കിട്ടിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ഈ നമ്മുടെ സംഘാടകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഞാൻ വിനോദ്, നിലമ്പൂർ കൈരന്യ കൺസ്ട്രക്ഷൻസ് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഏതായാലും നല്ല സംഘടനത്തോട് കൂടിയിട്ട് ഇങ്ങനൊരു സ്റ്റഡി ക്യാമ്പ് പ്ലാൻ ചെയ്ത ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. കൂടുതൽ ഇത്തരം കൂടുതൽ നടത്താനും വളരെ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുകൊണ്ട് നടത്താനും മറ്റും സാധിക്കട്ടെ. ഈ സഹകരിച്ചുള്ള സംഘടനകൾക്കുള്ള ഈ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും കുഞ്ഞു മുഹമ്മദ്, വീട് വൈക്കടവ്, എടക്കര ഓഫീസ്. നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിരുന്നു. എല്ലാവർക്കും നല്ല ഉഷാറാണ്. പേര് കൃഷ്ണൻ്റെ, നിലമ്പൂർ യൂണിറ്റ് ട്രഷററാണ്. ക്യാമ്പ് വളരെ ക്യാമ്പൊന്നും ആനന്ദകരമായിരുന്നു. ഈ കോവിഡിനെ അടിസ്ഥാനത്തിൽ കൂടിച്ചാലും ഇനിയും നമ്മളെ നിലമ്പൂർ ഏരിയയ്ക്ക് ഇതുമാതിരി ക്യാമ്പുകൾ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ അന്നത്തെ രീതിയിൽ മാറ്റിയത് കൊണ്ടാണ് എനിക്കിത് പങ്കെടുക്കാൻ കഴിഞ്ഞത്. വളരെ നന്നായിരുന്നു. ഇനിയും ഇങ്ങനത്തെ നല്ല ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് ഓഫീസും താമസം. നമ്മൾ ഈ 2 ദിവസത്തെ ക്യാമ്പിൽ ക്ലാസ്സെടുത്ത ഓരോ വ്യക്തികളും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ ക്വാളിറ്റിയുള്ള വർക്കും അതുപോലെ ക്വാളിറ്റിയുള്ള സേവനം, ഈ 2 കാര്യങ്ങളിലാണ് നമ്മുടെ മുഴുവൻ ക്ലാസ്സുകളും കേന്ദ്രീകരിച്ചത്. അത് തന്നെ ഞാൻ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തും പോകും. നല്ല അഭിപ്രായങ്ങൾ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകൾ നമുക്ക് കുറച്ചുകൂടി പങ്കാളിത്തത്തോടുകൂടി നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ആശങ്ക നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും ഉണ്ടായി. എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഉള്ള അവസരം നമുക്കുണ്ടാകാൻ ആശംസിക്കുന്നു. ഞാൻ സുമൻ വൈദ്യരാണ്, എടക്കരയാണ് എൻ്റെ ഓഫീസ്. ഈ ക്യാമ്പ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു.
നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് ആളുകളെ നമ്മൾ നറുക്കിട്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാര്യം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ട അവസ്ഥയിലേക്ക് വരും എന്നാണ് എന്റെ മനസ്സിനെ സംബന്ധിച്ച്. जनगण मंगलदायक जय